ഹലോ ഗൈസ്, സുഖമാണോ? സോ രാവിലെ തന്നെ കുറച്ച് വാമപ്പായിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്ലാസ്സിലോട്ട്. പറഞ്ഞ ഒരു ഐഡിയ ഇല്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്യണമെന്ന്, പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റൂ. സോ ഞാൻ ഓർത്തു നമുക്ക് ബോഡി പാർട്സിനെ കുറിച്ച് പഠിപ്പിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ബോഡി പാർട്സിനെ കുറിച്ചും അർച്ചന കളേഴ്സിനെ കുറിച്ചുമാണ് പഠിപ്പിക്കുന്നത്. സോ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള 2 ആക്ടിവിറ്റീസും എടുത്തു. ഇനി ഞാൻ പോകുന്നത് എൻ്റെ പഴയ ക്ലാസ്സായ KG1 KG2ലോട്ടാണ്. 1 അവർ എനിക്ക് ഇവിടെയാണ്. ഫസ്റ്റ് ഞാൻ ക്ലാസ്സിൽ പോയി നോക്കിയപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു. ഇത് നമുക്ക് ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റാക്കിയ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പാളിപ്പോയി, കാരണം അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വേറൊരു ആക്ടിവിറ്റിയും കൂടെ നമ്മൾ ചെയ്ത് തീർന്നു. അങ്ങനെ നമ്മൾ നേരെ എൻ്റെ ക്ലാസ്സിലോട്ടേക്ക് പോവാണ്. അങ്ങനെ ഞാൻ ലിഫ്റ്റ് തുറന്നപ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ പിള്ളേർ പോകുന്നുണ്ട്. ദെൻ ഞാൻ അവരുടെ പുറകെ അങ്ങ് പോയി. പിള്ളേർ ഇതൊക്കെ ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ക്ലാസ്സിലും 2 ടീച്ചേഴ്സ് വെച്ച് കാണും. അങ്ങനെ നമ്മൾ നേരെ ലേഗോയിൽ ചെന്നു. അങ്ങനെ പിള്ളേരെല്ലാം ചെയറിലിരുത്തി നമ്മൾ കുറച്ച് ലേഗോസ് ഒക്കെ ഇട്ട് കൊടുത്തു. അവരെന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കുറച്ചേറെ സമയം നമ്മൾ ലേഗോയിൽ സ്പെൻഡ് ചെയ്തു. നമുക്കിനി ഇവിടെ തന്നെ ഇരുന്നാൽ പോരല്ലോ. നമ്മൾ നേരെ പോയി ഫുഡെല്ലാം കഴിച്ചു. നമ്മളല്ല, പിള്ളേര്. അങ്ങനെ നമ്മൾ ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് ടൈം ടേബിൾ നോക്കുമ്പോഴാണ് അറിയുന്നത് അടുത്ത പീരീഡ് നമുക്ക് സോങ്സ് ആണെന്ന്. നമുക്ക് പാട്ട് പഠിപ്പിച്ചേ പറ്റൂ. ഒന്നാമത്തെ കാര്യം ഏത് പാട്ട് പഠിപ്പിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ ഒരു പാട്ട് പോലും ഇല്ല. ജോണി ജോണി ട്വിങ്കിൾ ട്വിങ്കിൾ റെയിൻ റെയിൻ കോയവ അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊന്നും അല്ലാതെ പുതിയ സോങ്സ് വേണം ഇവരെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, ആരും കേൾക്കാത്ത ഒരു പുതിയ സോങ് അങ്ങ് ഉണ്ടാക്കി. ആ സോങ് അയച്ചു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻറ്റും ഇല്ലാത്തത് കൊണ്ട് ഞാനത് വീഡിയോ എടുത്ത് അയച്ചും കൊടുത്തില്ല. അടുത്തത് നമുക്ക് പെയിൻറ്റിങ് ആയിരുന്നു. പെയിൻറ്റിങ് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് സെറ്റാക്കാമെന്നും പറഞ്ഞ് അർച്ചന ഏതാണ്ടൊക്കെ കൊണ്ടുവന്നു. ബട്ട് അത് നല്ല രീതിയിൽ തന്നെ പാളിപ്പോയി. പിന്നെ സമയമില്ല അതുകൊണ്ട് നോർമലായിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്തിട്ട് നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോയി. വലിയൊരു കാത്തിരിപ്പാണ് ഇവരുടെ പേരൻസ് വരാൻ. അപ്പോൾ ഇനി എത്രയേ ഉള്ളൂ.